ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതേപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വെള്ളയപ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാത്രത്തേക്ക് ഞാൻ 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിയൊക്കെ ഉണ്ടാക്കണം, അങ്ങനത്തെ അരിപ്പൊടി കേട്ടോ. പിന്നെ ആ ഒരു കപ്പിന് തന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയത് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കുക, പക്ഷേ ഈ ഒരു അളവ് കറക്റ്റ് അളവാണ് കേട്ടോ 2 കപ്പ് അരിപ്പൊടിക്ക്. പിന്നെ അതാ ഞാൻ കുറച്ച് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 2 സ്പൂൺ അവിലുണ്ടാവും. അത് ചെറിയൊരു ബൗളിൽ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ചോറിന് പകരമാണ് കേട്ടോ അവിൽ ചേർത്ത് കൊടുക്കുന്നത്. ചോറുണ്ടെങ്കിൽ ചോറ് ചേർത്ത് കൊടുത്താലും മതി. ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതാ ഞാൻ 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 സ്പൂൺ ഈസ്റ്റും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈസ്റ്റിൻ്റെ സ്മെല്ലും ടേസ്റ്റൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ ഒരു മാവ് കുറച്ച് മുന്നേ ഉണ്ടാക്കി വെക്കാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മാവ് റെഡിയാക്കിയെടുത്ത് അപ്പം തന്നെ ചുട്ടെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെക്കണുള്ളൂ. അങ്ങനെ ആകുമ്പം ഈസ്റ്റ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി വരില്ല. അപ്പോൾ നമ്മളെ അപ്പത്തിന് നല്ല ഹോൾസൊക്കെ ചെറിയ ചെറിയ ഹോൾസൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർക്കുക തന്നെ വേണം കേട്ടോ. ഇനിയിപ്പോൾ ഈസ്റ്റ് ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ബേക്കിംഗ് പൗഡർ ഉണ്ടല്ലോ, നമ്മൾ കേക്കൊക്കെ ചേർക്കണേ, അതൊരു 1/2 സ്പൂൺ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പിന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുത്തു. അപ്പോൾ അടിയിലൊക്കെ ഇങ്ങനെ പൊടി എവിടെയിലൊക്കെ കട്ട കെട്ടി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളത്തിൽ അലിയിച്ചെടുക്കണം. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് 2.5 കപ്പ് ഒഴിച്ചു കൊടുത്തേക്കല്ല, ആദ്യം 1 കപ്പ് ഒഴിച്ചു, പിന്നെ 1 കപ്പ് ഒഴിച്ചു, പിന്നെ 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മിക്സ് ആക്കി കൊടുത്തേക്കാണ്. ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലിപ്പം അവിലുണ്ട് അരയാൻ, അതേപോലെ തേങ്ങ ഉണ്ട് അരയാൻ, അരിപ്പൊടിയോ പിന്നെ അരയാനൊന്നും ഇല്ലല്ലോ. എന്നാലും നമുക്ക് ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടിക്ക് പകരം റവ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ എടുത്ത ഒരളവിൽ തന്നെ എടുത്താൽ മതി. ചോറിന് പകരം നമ്മൾ അവിൽ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ അവിലില്ലെങ്കിൽ ചോറ് ചേർക്കുക പകരം. പിന്നെ അതേപോലെ തന്നെ ഈസ്റ്റും പഞ്ചസാരയൊക്കെ ആ ഒരളവിൽ തന്നെ എടുത്താൽ മതി. തേങ്ങ ചിരവിയതൊക്കെ ഈ ഒരു സെയിം അളവിൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊക്കെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഞാൻ അരച്ചെടുത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 6 മണിക്കാണ് നമ്മൾ ഇത് മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം. അപ്പോൾ നമ്മൾ മാവ് ഞാൻ ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. ചുരുങ്ങിയത് ഒരു അരമണിക്കൂർ എന്തായാലും വെക്കണം കേട്ടോ. 1 മണിക്കൂറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. അരമണിക്കൂറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോൾ അരമണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതാ 4 സവാള, ചെറിയ സവാളയാണ് കേട്ടോ, 4 സവാള തൊലി കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടേനി. എന്നിട്ട് അത് കഴുകിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ 2 തക്കാളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. അതേപോലെ ഉള്ളിയൊന്നും വഴറ്റിയിട്ട് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ സവാളയൊക്കെ അരിഞ്ഞത് കുക്കർക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ തക്കാളി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കുക്കർക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് നമുക്ക് 2 വിസിൽ അടുപ്പിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ 2 വിസിൽ അടിക്കുമ്പോഴത്തേന് നമ്മൾ സവാളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ സവാളയും തക്കാളിയും ഒന്ന് വഴറ്റി സമയം കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി മുട്ടക്കറി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടേനും. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്നും ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 മുട്ടയാണ് കേട്ടോ പുഴുങ്ങിയെടുത്തിട്ടുള്ളത്. അതിലൊരു മുട്ടൻ്റെ ഒരു ഭാഗം എവിടെ പോയത് അറിയില്ല കേട്ടോ, അത് കാണുന്നില്ല. എന്താ പറ്റിയതൊന്നും അറിയണില്ല കേട്ടോ. നമ്മൾ മുട്ട പുഴുങ്ങിയപ്പം ആ ഒരു വെള്ളത്തിലൊന്നും പോയിട്ടില്ല. എന്താ അങ്ങനെ ആയതെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മുട്ടയൊക്കെ അവിടെ വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ തീ പറ്റ കുറച്ച് കൊടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ആ തൊലി കളഞ്ഞ് വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്.
തീ കുറച്ച് കൊടുക്കണം കേട്ടോ. തീ കൂട്ടി കൊടുത്താൽ ഈ മസാലയൊക്കെ കരിയും. അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മളിനിയിപ്പോൾ ആ സവാളയൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ കുക്കറിൽ, അത് ഇതിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് കരിയാതെ നോക്കണം. അപ്പോൾ കുറച്ച് നേരം മുട്ടയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. നല്ലോണം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു മുട്ടമ്മ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കറിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ വെളുത്ത് കാണൂലല്ലോ. അപ്പോൾ അങ്ങനെ മുട്ടയ്ക്ക് ഞാൻ പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ചിട്ട് ഓഫ് ചെയ്ത് വെച്ചിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ ഈ ഒരു പാനക്ക് ആ ഒരു സവാളയും തക്കാളിയൊക്കെ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ സവാളയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുപാട് സമയം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇതിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് വലിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് വെള്ളം ചേർത്തിനല്ലോ ഇത് വേവിച്ചപ്പം. അപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം ഞാൻ അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗരം മസാല, കുരുമുളക് പൊടിയോ എന്ത് മസാലയൊക്കെയാണോ വേണ്ടത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വെറും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പിന്നെ മസാലയൊക്കെ ഇതിൽ കടന്നിട്ട് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ കുറച്ച് നേരം ഇതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയ്ക്ക് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ സവാളയും തക്കാളിയൊക്കെ വെന്ത് നല്ല ഗ്രേവിയായി വന്നിട്ടുണ്ട് കേട്ടോ കറി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പിന്നെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് ആ മുട്ടയ്ക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടല്ലോ, ഇത്ര മതി. ഇനി വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് തൂവി കൊടുക്കാം. ഇപ്പോൾ ഓയിലൊന്നും അധികം യൂസ് ചെയ്യാത്ത ആൾക്കാരാണല്ലേ ഉള്ളത്. പിന്നെ ഓയിൽ അധികം നമ്മൾ യൂസ് ചെയ്യാതൊക്കെ തന്നെയാണ് നല്ലതും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തീരെ ഓയിൽ ഒഴിച്ചിട്ടില്ല എന്നല്ല കേട്ടോ, അങ്ങനെയല്ല. എന്നാലും കുറച്ച് ഓയിലേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു മുട്ട ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ മാത്രമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മളെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കറി ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്. നമ്മളിപ്പോൾ കറി ഉണ്ടാക്കിയ ആ ഒരു പാന് ഇരുമ്പിൻ്റെ പാനായതുകൊണ്ട് ചിലപ്പോൾ ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ കറി ചിലപ്പം കളറ് മാറും. അതേപോലെ ആ ഒരു ഇരുമ്പിൻ്റെ ഒരു ചുവ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടിട്ടോ. ഇതാ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും അതേപോലെ വെള്ളപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കറിയൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ നമ്മളെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ നമ്മൾ അപ്പത്തിൻ്റെ മാവും തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടെ നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ഒക്കെ പൊങ്ങിയിട്ട് പാത്രം നിറയെ വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു പാകത്തിന് മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ നമ്മൾ മാവ് കൂട്ടിയിട്ട് സമയം ഒരു 35 മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ മാവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നല്ലോണം നമ്മൾ ദോശ പരത്തിയെടുക്കണ പോലെ പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ അങ്ങനെ വരുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു ഹോൾസ് വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതേപോലെ തന്നെ ഓയിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ചുട്ടെടുക്കാം. ഏത് അപ്പം ചട്ടിയിൽ വേണമെങ്കിലും ചുട്ടെടുക്കട്ടോ. നമ്മൾ സാധാരണ അപ്പം ചുടുന്ന ചട്ടി ഉണ്ടല്ലോ, നിർദോഷമൊക്കെ ചുടുന്ന ചട്ടി ഉണ്ടല്ലോ, അങ്ങനത്തെ ചട്ടിയിലാണെങ്കിലും കുഴപ്പമില്ല. നോൺ സ്റ്റിക്കിൻ്റെ പാനിലായാലും ഇരുമ്പിൻ്റെ ചട്ടിയിലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഏത് ചട്ടിയാണോ യൂസ് ചെയ്യില്ല ആ ഒരു ചട്ടിയിൽ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പാലപ്പ ചട്ടിയിലാണെങ്കിലും ഈ ഒരു അപ്പം ചുട്ടെടുക്കട്ടോ. പിന്നെന്താ, എന്ത് കറിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില ദിവസം അരിയൊക്കെ വെള്ളത്തിലിടാനൊക്കെ മറക്കുമല്ലോ, അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അത്. പിന്നെ ഞാനിത് ഈ അവിൽ ചേർത്ത് കൊടുത്തില്ലേ, അത് വെള്ള അവിലാണെന്നുണ്ടെങ്കിൽ അപ്പം നല്ല വെള്ള കളറിൽ കിട്ടും. അതേപോലെ ചോറ് ചേർത്തൊക്കെയാണെങ്കിൽ നല്ല വെള്ള കളറിൽ കിട്ടും. ഇതിപ്പോൾ വെള്ള കളറൊക്കെ ഉണ്ട്, പക്ഷേ ആ ഒരു അവിലിൻ്റെ ആ ഒരു കളർ കൊണ്ട് നല്ല വെള്ളയായിട്ടില്ല.
വെള്ള അവിലോ ചോറോ ആണ് ചേർത്തതെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല വെള്ളപ്പായിട്ട് കിട്ടും കേട്ടോ, നല്ല കളറിൽ കിട്ടും. അപ്പത്തിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ കളറിൻ്റെ വ്യത്യാസമായിട്ട് ഞാൻ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ്, നമ്മൾ അപ്പം ചുട്ട് ലാസ്റ്റ് ആവുമല്ലോ, ലാസ്റ്റ് ചുടണ അപ്പം പിന്നെ പൊങ്ങി വരില്ല, അതിന് ഹോൾസ് ഒന്നും വരലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കമൻറ്റൊക്കെ വരലുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഓരോ പ്രാവശ്യം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും മാവ് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലാതെ നമ്മൾ മേലെന്ന് മാത്രം ഇങ്ങനെ കോരിയിട്ട് അപ്പം ചുട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആവുമ്പം ആ ഒരു അപ്പത്തിന് പിന്നെ ആ പറഞ്ഞ പോലെ തന്നെ ഹോൾസും കാര്യങ്ങളൊന്നും ചിലപ്പോൾ വന്നോളണമെന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ലാസ്റ്റ് ചുട്ട അപ്പാണിത്, അതിനും ഹോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അപ്പം ചുടുന്ന സമയത്ത് ചില ആൾക്കാർക്ക് നല്ല മൊരിഞ്ഞ അപ്പേക്കാരം ഇഷ്ടം. അങ്ങനെ നല്ല മൊരിഞ്ഞ അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ മാവ്ക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, എന്നാൽ നല്ല മൊരിഞ്ഞ അപ്പം കിട്ടും. നമ്മളിപ്പോൾ ഈ ഒരു അപ്പത്തിൽ ഓയിൽ തന്നെ ആക്കിയിട്ടില്ല, തീരെ ഓയിൽ ചേർത്തിട്ടില്ല. നമ്മൾ ഈ ഒരു അപ്പം ചുട്ടപ്പോഴും ചേർത്തിട്ടില്ല, മാവിലും ചേർത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അതൊക്കെ ഇപ്പോൾ നമ്മളെ ഇഷ്ടമാണ്. പിന്നെ അത് അപ്പത്തിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് അപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുട്ടക്കറിയും അതേപോലെ ഈ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ അടുത്ത അരിപ്പൊടി നമ്മൾ നോമ്പിന് പൊടിപ്പിച്ച അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ പച്ചരി കഴുകിയിട്ട് പിന്നെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് അങ്ങനെ പൊടിച്ചെടുത്ത അരിപ്പൊടിയാണിത്. ചിലർ പിന്നെ അരിപ്പൊടി വറുത്തിട്ടാണല്ലോ എടുക്കുക, വറുത്ത അരിപ്പൊടി കാരണം ചില ആൾക്കാരുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ ഞാൻ, ഏത് അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈസ്റ്റും അതേപോലെ തന്നെ അപ്പസോഡയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇൻഷാ അല്ലാ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.